ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ദാ രാവിലെ വെളുപ്പിന് 4 മണിയാട്ടോ. ഞായറാഴ്ച രാവിലെ 4 മണിയായപ്പോൾ നമ്മൾ ചെറിയൊരു യാത്ര പോവാണേ. അപ്പോൾ എൻ്റെ സൗണ്ട് എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. ചെറിയൊരു ജലദോഷവും ഒച്ചയടപ്പുമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ട് വോയിസ് കൊടുത്തപ്പോഴത്തേക്കിന് സൗണ്ട് തീരെയില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോണത്. അങ്ങനെ നമ്മളിതാ രാവിലെ വെളുപ്പിന് 4 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നേ. അപ്പോൾ നമ്മൾക്ക് പോകാനുള്ള ട്രെയിനിനകത്ത് നമ്മൾ കയറി. നമ്മുടെ ശാമിക മോൾ ഇതാ നമ്മുടെ ചേച്ചിയുടെയൊക്കെ കൂട്ടത്തിലിരിക്കുക കേട്ടോ. കുറേ കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നിരുന്നു കേട്ടോ. അപ്പോൾ 4 മണി ആയതേ ഉള്ളുവേ. അപ്പോഴത്തേക്കും രാവിലെ ആയപ്പോഴത്തേക്കും ഇതാ ചെറിയ കാഴ്ചകളൊക്കെ ഞാനിങ്ങനെ ഒപ്പിയെടുത്തു കേട്ടോ. നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളേ. അപ്പം അതിന് മുമ്പ് ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ മൊത്തം ഇരുട്ടായതുകൊണ്ടൊന്നും എനിക്ക് ക്യാമറയിൽ ഇങ്ങനെ കിട്ടിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു നേരം ഒന്ന് വെളുത്ത് ഒരു 5:45 എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റി കേട്ടോ. അപ്പോൾ പറ്റിയ ഒരു ചെറിയ കുഞ്ഞു യാത്രാ കാഴ്ചകളാണ് ഇതേ. അപ്പം നമ്മൾ രാവിലെ 4:15 കേട്ടോ നമ്മുടെ ട്രെയിന്. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഒരു 4 മണിയായപ്പോൾ ഇറങ്ങി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മുടെ ട്രെയിൻ കറക്റ്റ് 4:15 വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി നമ്മൾ മൂകാംബിക റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി കേട്ടോ. ശാമിക മോള് രാവിലെ തന്നെ ഇരുന്ന് ഞാൻ കുറച്ച് പോപ്കോൺ എടുത്തിട്ടുണ്ടായിരുന്നേ. പോപ്കോൺ ഇരുന്ന് കഴിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പോപ്കോണൊക്കെ കഴിച്ച് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ ശാമിക ഉറങ്ങിപ്പോയി കേട്ടോ. പിന്നെ നമ്മൾ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാണ് ശാമിക എഴുന്നേറ്റത്. അങ്ങനെ നമ്മളിതാ ഒരു 7 മണി ആയപ്പോഴത്തേക്കിന് നമ്മൾ മൂകാംബിക റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. നമ്മൾ കുറേ പുറകിലാണ് ഇറങ്ങിയത്. പുറകിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് നടക്കാനുണ്ട് കേട്ടോ. നല്ല രസമാണ് നമ്മുടെ മൂകാംബിക റെയിൽവേ സ്റ്റേഷൻ കാണാൻ. വലിയ റെയിൽവേ സ്റ്റേഷനൊന്നും അല്ല, എന്നാലും ഇപ്പോൾ മഴയൊക്കെ പെയ്ത് നല്ല പച്ച പിടിച്ച് നല്ല പച്ചപ്പിൽ കിടക്കും കേട്ടോ. നല്ല വ്യൂ ആട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കിന്. അപ്പോൾ കാർവാർ ടു മൂകാംബിക ആയിട്ടോ നമ്മൾ വന്നത്. കാർവാറിൽ നിന്ന് നമ്മൾ 4 മണിക്ക് കയറി 7 മണിയായപ്പോൾ മൂകാംബികയിലെത്തി കേട്ടോ. പിന്നെ നമ്മൾ കയറിയ ട്രെയിൻ ഗോവന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പാസഞ്ചർ ട്രെയിനാണ്. ഗോവ ടു മംഗലാപുരം വരെയുള്ള ട്രെയിനാട്ടോ. അപ്പം കൂടുതൽ നമ്മുടെ ഇവിടെ മൂകാംബികയിൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പുള്ളത് ലോക്കൽ ട്രെയിൻ ആയിരിക്കും. പാസഞ്ചർ ട്രെയിനാണ് കൂടുതൽ ഇവിടെ സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ ഇറങ്ങി. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നമ്മൾ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ്. അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലേക്ക്, അതായത് ബാക്ക് സൈഡിലേക്ക് പോവാട്ടോ, വണ്ടിയൊക്കെ കിടക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ വണ്ടിയൊക്കെ കിടക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഓട്ടം വിളിക്കാൻ വേണ്ടിയിട്ട് ടാക്സിക്കാർ നിറയുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോഴും നമ്മൾ പളനിക്കൊക്കെ പോണ ആ ഒരു ഫീലാട്ടോ. ഓട്ടം വിളിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ നമ്മുടെ ചുറ്റിനും ഇങ്ങനെ കൂടും കേട്ടോ, വണ്ടി വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു വണ്ടിയൊക്കെ സെറ്റാക്കി ഇതാ കിടക്കുന്ന വാനാട്ടോ. ഞങ്ങൾ 3-4 പേരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിതാ വണ്ടിയൊക്കെ വിളിച്ച് വണ്ടിയിൽ കയറി നമ്മൾ മൂകാംബിക വരെ, അമ്പലം വരെ അമ്പലത്തിൻ്റെ വാതുക്ക വരെ അവർ നമ്മളെ കൊണ്ടാക്കും കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ കുറച്ച് ഫ്രണ്ടിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് റോഡുണ്ട്, മെയിൻ റോഡുണ്ട്. അവിടെ ബസ് വരുന്നുണ്ട് കേട്ടോ, മൂകാംബികയിലേക്ക് ബസ്സുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ കൂട്ടത്തിലൊരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട്, ചേച്ചി ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മൾ ബസ്സിന് പോകാഞ്ഞത്. ഇതിനു മുമ്പ് ഞങ്ങൾ വന്നപ്പോഴത്തേക്കിന് ഞങ്ങൾ ബസ്സിനാട്ടോ വന്നത്. അപ്പോൾ ഇപ്പോൾ ആ ചേച്ചി ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ബസ്സിലൊക്കെ കയറി പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ വണ്ടി വിളിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ വണ്ടിയിൽ കയറി ഒരു 1/4 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ ഇവിടുന്ന്. അങ്ങനെ നമ്മളിതാ മൂകാംബിക അമ്പലത്തിലേക്ക് ഇങ്ങനെ എത്തുവാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ പോയപ്പോഴത്തേക്കിന് നല്ല മഴയായിരുന്നേ. അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് ഞങ്ങളിതാ മൂകാംബിക അമ്പലത്തിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിലെത്തി ഞങ്ങൾ തൊഴുത് അതിനുശേഷം നമ്മുടെ ശാമിക മോളെ എഴുത്തിനൊന്നിരുത്തനായിരുന്നു കേട്ടോ. ഇതിനു മുമ്പ് ശാമിക മൂകാംബിക അമ്പലത്തിലാണ് ആദ്യാക്ഷരം കുറിച്ചത്. പക്ഷെ എന്നാലും ഒരു തവണ കൂടി ഒന്ന് എഴുതിക്കണം എന്നൊരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും പറഞ്ഞു ഇവിടെ എത്ര വയസ്സല്ല, കുട്ടികൾക്ക് എത്ര തവണ വേണേലും എഴുത്തിനിരുത്തിയാൽ നല്ലതാണെന്ന് പറഞ്ഞ് ചെറിയൊരു അറിവുണ്ടായിരുന്നു കൊണ്ട് ഞങ്ങൾ ഒന്നും കൂടി ഒന്ന് എഴുത്തിനിരുത്തി കേട്ടോ. അപ്പോൾ ഇത്തവണ ഞാനാണ് ഒന്ന് എഴുത്തിനിരുത്തിയത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ശാമിക മോളെ ഇങ്ങനെ എഴുത്തിനിരുത്തുക കേട്ടോ. എല്ലാവരും ശാമികനെ കഴിഞ്ഞ് കുഞ്ഞു കുട്ടികളായിരുന്നേ. അപ്പോൾ നമ്മളിതാ എഴുത്തിനെല്ലാം ഇരുത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം നിറയെ കടകളാട്ടോ. അപ്പം കട കണ്ടപ്പോഴത്തേക്കിന് നമ്മുടെ ശാമിക കടയ്ക്കകത്ത് കയറി അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. കുട്ടികളെല്ലാം അങ്ങനെയല്ലേ, കട കണ്ടു കഴിഞ്ഞാൽ ഒറ്റ കുട്ടികൾ പോലും കട വിടത്തില്ലല്ലോ, കടയ്ക്കകത്ത് തന്നെ ആയിരിക്കുമല്ലോ, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുമല്ലോ. പിന്നെ നമ്മുടെ ശാമിക അതിന് ആള് കുറവൊന്നുമല്ല കേട്ടോ, അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ.
പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിതാ സൗപർണികയിലേക്ക് പോവാം കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ മൂകാംബിക ദേവിയുടെ അടുത്ത് തൊഴുതതിന് ശേഷം സൗപർണികയിൽ ചെല്ലണം എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെയാണ് ഒരിത്. അപ്പം നമ്മളിങ്ങനെ നടന്നാട്ടോ സൗപർണികയിലേക്കും പോകണത്. ഓട്ടോ ഒക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ ഓട്ടോയ്ക്കൊന്നും നിന്നില്ല. നമ്മളെല്ലാവരും കൂടെ സംസാരിച്ച് പതുക്കെ നടന്ന് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ പതുക്കെ സൗപർണികയിലേക്ക് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണേ. അപ്പം നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴയും ചെറിയ ചാറ്റമഴയും മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് നമ്മുടെ സൗപർണികയിലേക്ക് പോകുമ്പോഴുള്ള നമ്മുടെ നദി കിട്ടോ, സൗപർണിക നദി എന്നൊക്കെ പറയുവേ. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ കുത്തി ഒഴുകി മറിഞ്ഞിങ്ങനെ പോവാട്ടോ. നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടി തന്നെ. ആ വെള്ളം ഒഴുകുന്ന സൗണ്ട് കേൾക്കാനൊക്കെ നല്ല ഭംഗിയാട്ടോ കേൾക്കാനും. പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന നല്ലൊരു വ്യൂ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭംഗിയാട്ടോ. നല്ല കാട്ടരുവി ഇങ്ങനെ ഒഴുകുന്ന പോലെ വെള്ളം ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴ ആയതുകൊണ്ട് മലയിൽ നിന്നും ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളിതാ ചെറിയ ചാറ്റൽ മഴയൊക്കെ നനഞ്ഞ് അങ്ങനെ സൗപർണികയിലെത്തി. സൗപർണികയിൽ ഫസ്റ്റ് ഞങ്ങൾ അവിടെ എല്ലാം കണ്ടതിന് ശേഷം കേട്ടോ പോയി തൊഴുതത്. അപ്പോഴത്തേക്കും നല്ലൊരു മഴ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ കയറി നിന്നു. അതാണ് ഞങ്ങൾ അവിടെ എല്ലാം കണ്ടതിന് ശേഷം പോയി തൊഴുതത് കേട്ടോ. അപ്പം അങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകുന്നത് കാണാൻ വേണ്ടിയിട്ട് പോയി നിൽക്കുവാണ്. അവിടെ താഴെ കാണുന്നിടത്ത് ഗേറ്റ് വെള്ളം, അവിടെ വരുന്നവരെല്ലാം ഇവിടെ വെള്ളത്തിലിറങ്ങി കാലും കൈയൊക്കെ കഴുകി കുറച്ച് നേരമൊക്കെ അവിടെ നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പം വെള്ളം ഇങ്ങനെ നല്ല ഫ്ലോയിൽ ഇങ്ങനെ കുത്തി ഒഴുകുന്ന കൊണ്ട് ആ ഗേറ്റ് എല്ലാം ഇപ്പോൾ അമ്പലത്തിലെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ഗേറ്റൊക്കെ ഇപ്പം അടച്ചിട്ടേക്കുവാണ്. അപ്പം അങ്ങനെ കുറേ നേരം ഇവിടെ നിന്ന് വെള്ളം ഒഴുകുന്ന കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ തൊഴുത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും സ്നേഹത്തോടെ ഓരോ ലൈക്ക് വെച്ച് തരണം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളേക്ക് ഒന്ന് കൂട്ടാക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞു വീഡിയോ. അപ്പോൾ ഇനി നല്ലൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ.